Hi students, today we are going to discuss about the chapter Principles of Inheritance and Variations. It is also called genetics. What is genetics? Genetics is a branch of biology which deals with the inheritance and variations of characters from parents to offspring. വേറെ ഇതിൽ പറഞ്ഞാൽ it is the study of inheritance and variations. Genetics is the study of inheritance and variations. അതായത് ഇൻഹെറിറ്റൻസിനെയും വേരിയേഷൻസിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെയും മദറിൻ്റെയും ക്യാരക്ടർ ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇൻഹെറിറ്റൻസ് ദ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം എ പേരന്റ് ടു ഓഫ്സ്പ്രിങ്. പേരന്റിലെ ക്യാരക്ടർ ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. വേറെ ഇതിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടെൻഡൻസി ഓഫ് ദി യങ് വൺസ് ടു റിസംബിൾ ദിയർ പേരൻസ്. അപ്പോൾ യങ് വൺസ് അതായത് യങ് വൺസ് ദാറ്റ് ഈസ് കോൾഡ് ഓഫ്സ്പ്രിങ് അല്ലേ. ഓഫ്സ്പ്രിങ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫാദറിൻ്റെയും മദറിൻ്റെയും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റാണ് ഈ ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ക്യാരക്ടേഴ്സ് ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും ജീൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു DNA ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്ന പാർട്ടാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പം ഫാദറിൻ്റെയും മദറിൻ്റെയും ഓരോ കോപ്പി ജീൻസ് ആണ് കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഹെറിറ്റൻസ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി. ഇപ്പം ഹെറിഡിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഓഫ്സ്പ്രിങ്? Offspring is an individual formed from the parents as a result of sexual reproduction. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റ് ആണ് ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ക്ലോൺസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ക്ലോൺ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു പേരന്റ് മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ആ പേരന്റിന് ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോൺ എക്സാക്ട്ലി സിമിലർ ടു പേരൻസ്. പേരന്റിനോട് എക്സാക്ട് സിമിലാരിറ്റി ആയിരിക്കും ക്ലോൺസ് കാണിക്കുന്നത്. കാർബൺ കോപ്പി ഓഫ് ദ പേരന്റിന്റെ കാർബൺ കോപ്പിയാണ് ക്ലോൺ എന്ന് പറയുന്നത്. കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? അതായത് പേരന്റിനോട് എക്സാക്ട് സിമിലർ ആയിരിക്കും ക്ലോൺസ്. വാട്ട് ഈസ് വേരിയേഷൻസ്? ഇപ്പം നമ്മൾ പറഞ്ഞു ഫാദറിൻ്റെയും മദറിൻ്റെയും ജീൻസ് ആണ് കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജീൻസ് എവിടെയാണ് കാണുന്നത്? അതായത് DNA ജീൻ പ്രസന്റ് ആയിട്ടുള്ളത്. DNA ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ഒരു ക്യാരക്ടറിന് കോഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെയാണ് ജീൻസ് എന്ന് പറയുന്നത്. ഫാദറിന്റെ ഒരു കോപ്പി DNA മദറിന്റെ ഓരോ കോപ്പി DNA ആണ് കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പം ഒത്തിരിയും റിസംബ്ലൻസ് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സും കുട്ടിയിലെത്താം. അതേപോലെ കുട്ടി വേരിയേഷൻസും കാണിക്കാം അല്ലേ. ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ് വേരിയേഷൻസും കാണിക്കാം. അപ്പോൾ ഈ വേരിയേഷൻസ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? ഫാദറിലും അതില്ലാത്ത ക്യാരക്ടറാണ് ഈ ഓഫ്സ്പ്രിങ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേരിയേഷൻസ് എന്ന് പറയാം. ആ വേരിയേഷൻസിന് റീസൺ എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ ആൻഡ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷനും ക്രോസിംഗ് ഓവറും ആണ് കുട്ടി കാണിക്കുന്ന വേരിയേഷൻസിന്റെ റീസൺ എന്ന് പറയുന്നത്. എന്താണ് ക്രോസിംഗ് ഓവർ? മിയോസിസ് നടക്കുമ്പോൾ ക്രോമോസോമൽ സെഗ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ച് മ്യൂട്ടേഷൻസ് നടക്കാറുണ്ട് അല്ലെ. മ്യൂട്ടേഷൻ DNA ഉണ്ടാകുന്ന ഓൾട്ടറേഷൻസ്, അതാണ് മ്യൂട്ടേഷൻസ്. ഈ മ്യൂട്ടേഷനും ക്രോസിംഗ് ഓവറും ആണ് വേരിയേഷന് കാരണം. അപ്പം ഫാദറിനും മദറിലും ഇല്ലാത്ത ക്യാരക്ടർ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വേരിയേഷൻസ്. വേരിയേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ക്രോസിംഗ് ഓവർ ആൻഡ് മ്യൂട്ടേഷൻ. വേരിയേഷൻ the degree by which progeny differ from their parents is called variations. അപ്പോൾ ഈ progeny എന്ന് പറഞ്ഞാലും യങ് വൺസ് എന്ന് പറഞ്ഞാലും ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അതായത് പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഓഫ്സ്പ്രിങ്. ഓക്കെ, but the degree by which progeny അല്ലെങ്കിൽ degree by which the offspring differ from their parents is called variations. അപ്പം എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ജെനറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ഇൻഹെറിറ്റൻസിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജെനറ്റിക്സ് ഫീൽഡിൽ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. അതായത് കോൺട്രിബ്യൂഷൻസ് ഓഫ് എമിനന്റ് സയന്റിസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ജെനറ്റിക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഹി ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. He provided the first experimental evidence regarding the morphology of inheritance units. ഇൻഹെറിറ്റൻസ് യൂണിറ്റിനെ കുറിച്ചുള്ള ഫസ്റ്റ് എക്സ്പെരിമെന്റൽ എവിഡൻസ് നൽകിയ ആളാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഹി ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഓക്കെ,
ഇൻഹെറിറ്റൻസ് യൂണിറ്റ് എന്ന് എന്താ? ജീൻസ് ആണ് ഇൻഹെറിറ്റൻസ് യൂണിറ്റ് അല്ലേ? ഇൻഹെറിറ്റൻസ് യൂണിറ്റ് ജീൻസ് എന്ന് പറയാം. മെന്റല് ഈ ഇൻഹെറിറ്റൻസ് യൂണിറ്റിനെ ഫാക്ടർ എന്നാണ് പറഞ്ഞത്. ഫാക്ടർ അതായത് പേരൻസിൽ നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഹെറിറ്റൻസ് യൂണിറ്റിനെ മെന്റൽ കൊടുത്ത പേര് ഫാക്ടർ എന്നായിരുന്നു. ലേറ്റർ ഓൺ ജൊഹാൻസൺ എന്ന സയന്റിസ്റ്റ് ആണ് ആ ഫാക്ടറിന് ജീൻസ് എന്ന് പേരിട്ടത്. ഓക്കെ, നെക്സ്റ്റ് scientist William Bateman. He is considered the father of modern genetics. He coined the terms like genetics, allele, homozygous, heterozygous, F1, F2, etc. അതായത് ജെനറ്റിക്സ് എന്നുള്ള പേര്, അല്ലീൽ, ഹോമോസൈഗസ്, ഈ പേരുകൾ നൽകിയ ആളാണ് വില്യം ബേറ്റ്സ്മാൻ. Next, T.H. Morgan. He is considered the father of experimental genetics. He coined the term linkage and demonstrated it in Drosophila. അപ്പോൾ ലിങ്കേജ് എന്നുള്ള പേര് നൽകിയ ആളാണ് T.H. Morgan. He is considered the father of experimental genetics. Next, H.J. Muller. He is considered the father of mutation genetics. He discovered or demonstrated induced mutation. Induced mutations demonstrate ചെയ്ത ആളാണ് H.J. Muller. He is considered as the father of mutation genetics. Next, Archibald Garrett. He is the father of human genetics. He is one of the two scientists behind the discovery of pedigree analysis. Next, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടേംസ് റിലേറ്റഡ് ടു ജെനറ്റിക്സ്. ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസ് അബൌട്ട് ജീൻ. വാട്ട് ഈസ് എ ജീൻ? എന്താണ് ജീൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ DNA ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ഒരു ക്യാരക്ടർ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ജീൻ എന്ന് വിളിക്കാം അല്ലേ? അപ്പൊ DNA ഒത്തിരിയും സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഒത്തിരിയും ക്യാരക്ടർ കോഡ് ചെയ്യുന്ന ജീൻസ് DNA പ്രസന്റ് ആണ്. അപ്പം DNA ഒത്തിരിയും ക്യാരക്ടർ കോഡ് ചെയ്യുന്ന ജീൻസ് ഉണ്ട്. DNA ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ഒരു ക്യാരക്ടർ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ജീൻ എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ നോക്കിയപ്പോൾ ഒരു DNA എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരിയും ജീൻസ് ഉണ്ടായിരിക്കും അല്ലെ? ഒത്തിരിയും ക്യാരക്ടർ കോഡ് ചെയ്യുന്ന ജീൻസ് DNA പ്രസന്റ് ആണ്. അപ്പൊ ഒരു സെല്ലില് DNA എവിടെയാണ് കാണുന്നത്? നമുക്കറിയാം DNA കാണുന്നത് ക്രോമസോംസിലാണ്. ക്രോമസോം കാണുന്നത് സെല്ലിലെ ന്യൂക്ലിയസിനുള്ളിലാണ് ക്രോമസോംസ് കാണുന്നത്. ഒരു സെല്ലില് യൂക്കാരിയോട്ടിക് സെൽ നോക്കാൻ, യൂക്കാരിയോട്ടിക് സെല്ലില് ന്യൂക്ലിയസിനുള്ളിലാണ് ക്രോമസോംസ് ഉള്ളത്. ഈ ക്രോമസോംസിനുള്ളിലാണ് DNA പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ DNA ഒരു സെഗ്മെന്റ് ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യുവാണെങ്കിൽ അതിനെ ജീൻ എന്ന് വിളിക്കാം. വാട്ട് ഈസ് ട്രേറ്റ്? ട്രേറ്റ് എന്ന് പറഞ്ഞാലും ക്യാരക്ടർ എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. വാട്ട് ഈസ് ജീൻ? ഇറ്റ് ഈസ് ദ സെഗ്മെന്റ് ഓഫ് DNA molecule which is located in the chromosome that determines a particular trait. അതായത് ക്രോമസോമിനുള്ളിൽ കാണുന്ന DNA ഒരു സെഗ്മെന്റ് ഒരു പർട്ടിക്കുലർ ട്രേറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ജീൻ എന്ന് വിളിക്കാം. ജീൻ ഈസ് ദ മോഡേൺ ടേം ഓഫ് മെന്റലിയൻ ഫാക്ടർ. അത് മെന്റല് ജീന് മെന്റലിന്റെ ടൈമില് എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് മെന്റല് ഫാക്ടർ എന്നാണ് ജീനെ വിളിച്ചിരുന്നത്. ലേറ്റർ ഓൺ ജൊഹാൻസൺ എന്നുള്ള സയന്റിസ്റ്റ് ആണ് 1909 ജീൻ എന്നുള്ള പേര് നൽകിയത്. അപ്പൊ നമ്മളിപ്പം പറയുന്നത് ഒരു ഇൻഹെറിറ്റൻസ് യൂണിറ്റ്, അതായത് ക്യാരക്ടർ കോഡ് ചെയ്യുന്ന പാർട്ട്, അത് ജീൻ എന്നാണ് ഇപ്പൊ പറയുന്നത്. മെന്റലിന്റെ സമയത്ത് മെന്റൽ അതിനെ ഫാക്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ടേം അലീൽസ്. എന്താണ് അലീൽസ്? അലീൽസ് ആർ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ. ഒരു ജീന്റെ ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് അലീൽസ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം നോക്കിക്കേ. ഇതില് നിങ്ങൾക്ക് 2 ക്രോമസോം കാണാം. ഓരോ ക്രോമസോമിലും ഓരോ DNA കാണാം അല്ലെ? ഈ ഡയഗ്രാം നോക്കിക്കേ. എന്താണ് അലീൽസ്? അത് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡയഗ്രത്തിൽ കണ്ടായിരുന്നു ഫാദറിന്റെയും മദറിന്റെയും ക്യാരക്ടർ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഫാദറിന്റെ ക്യാരക്ടർ ട്രാൻസ്ഫർ ജീൻസ് വഴിയാന്ന് പറഞ്ഞല്ലേ? ആ ജീൻസ് കാണുന്ന എവിടെയാണ്? DNA-യിലാണ്. അപ്പം എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫാദറിന്റെയും മദറിന്റെയും ഓരോ കോപ്പി ഓഫ് DNA ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. DNA കാണുന്ന എവിടെയാ? DNA കാണുന്ന ക്രോമസോംസിലാണ്. അപ്പൊ ഇത് നോക്കി, ഇത് ഫാദറിന് കിട്ടിയ ഒരു കോപ്പിയും ഇത് മദറിന് കിട്ടിയ ഒരു കോപ്പിയാന്ന് വിചാരിച്ചേ. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പം ഇതില് 2 കോപ്പിയും ഈ 2ഉം കൂടെ വരുമ്പോഴാണ് ഒരു ജീൻ ആവുന്നത്. അപ്പൊ ഫാദറിന്റെ ക്യാരക്ടറും മദറിന്റെ ക്യാരക്ടറും ഒരുമിച്ച് വന്നു. 2ഉം കൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ജീൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു DNA-യുടെ ഒരു പാർട്ട് ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ജീൻ എന്ന് പറഞ്ഞല്ലേ? DNA-യുടെ ഒരു പാർട്ട് ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫാദറിന്റെ ഒരു DNA-യും മദറിന്റെ ഒരു DNA ഒരു കുട്ടിക്ക് കിട്ടിയാൽ ഇത് 2ഉം കൂടെ ചേരുമ്പോഴാണ് കുട്ടി ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്.
അപ്പം നമുക്ക് അതിനെയാണ് ജീൻ എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ പറയും ഈ രണ്ടും കൂടെ വരുമ്പോഴാണ് ജീൻ ആവുന്നത്. അപ്പം നോക്കിയപ്പോൾ ഇപ്പം ഇതിന്റെ കേസിൽ നമുക്ക് ഓരോ പാർട്ട്, ഓരോ ഇൻഡിവിജ്വൽ പാർട്ട് നമുക്ക് എന്ത് പറയാം? അലീൽസ് എന്ന് പറയാം. അതായത് 2 അലീൽസ് ചേരുന്നതാണ് ഒരു ജീൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കുട്ടിയിൽ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ആവണമെങ്കിൽ അതിന് 2 അലീൽസ് ഉണ്ടാവണം. 2 അലീൽസ് ഉണ്ടെങ്കിലാണ് ഒരു ക്യാരക്ടറായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 അലീൽസ് ഒരുമിച്ച് എന്ത് പറയാം? ജീൻ എന്ന് പറയാം. ഓക്കെ, ഞാൻ വേറൊരു രീതിയിൽ പറയാം. നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റിനകത്ത് ടോൾ ആൻഡ് ഡാർഫ് പ്ലാന്റ്സ്, ടോൾനെസ് കാണിക്കുന്ന അലീൽസ് ക്യാപിലിറ്റി, ഈ 2 അലീൽസ് ആണ് ടോൾ എന്നുള്ള ക്യാരക്ടറാണ്. ഈ 2 അലീൽസ് നമുക്ക് ഒരുമിച്ച് എന്ത് പറയാം? ജീൻ എന്ന് പറയാം. ഓക്കെ, മെന്റലിന്റെ എക്സ്പെരിമെന്റിൽ ടോൾനെസ് എക്സ്പ്രസ് ചെയ്യുന്നത് 2 രീതി എക്സ്പ്രസ് ചെയ്യാം. ടോള് ക്യാപിലിറ്റി എന്ന് പറഞ്ഞാൽ ടോളാണ്, ക്യാപിലിറ്റി സ്മോൾ ടി വന്നാലും ടോളാണ്. ഈ 2 അലീൽസ് ഒരുമിച്ച് വരുമ്പോഴാണ് ഈ ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ടോൾനെസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എക്സ്പ്രസ് ആവുന്നത്. അപ്പൊ ഈ ക്യാരക്ടർ എക്സ്പ്രസ് ആണെങ്കിൽ ഒരു അലീൽ മാത്രം ഉണ്ടെങ്കിൽ ക്യാരക്ടർ ആവില്ല. 2 അലീൽസ് ഉണ്ടായിരിക്കണം. 2 അലീൽസ് ആവുമ്പോൾ അതൊരു ജീൻ ആവുന്നത്. ഈ ക്രോമസോമിൽ ഇതിൽ ഈ 2 ക്രോമസോമിലും DNA യെല്ലോ കളർ കാണുന്ന കണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ടോൾനെസ് ടി എന്നുള്ള അലീലിന്റെ ലൊക്കേഷനാണ് വരച്ചിരിക്കുന്നത്. ഈ ക്രോമസോമിൽ DNA യെല്ലോ കളർ കാണുന്ന ആ ഒരു പോർഷനിലാണ് ഈ അലീൽ, ക്യാപിറ്റൽ ഡി എന്നുള്ള അലീലിന്റെ ലൊക്കേഷൻ. അതേപോലെ ഈ DNA ഈ യെല്ലോ കളർ കാണുന്ന പോർഷനാണ് ക്യാപിറ്റൽ ഡിയുടെ ലൊക്കേഷൻ. അത് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? അപ്പം അതായത് ഈ 2 ലോക്കസ് എന്ന് പറയാം അല്ലെ, ഈ അലീലിന്റെ ഒരു സെഗ്മെന്റ്, ഈ അലീലിൽ ഇരിക്കുന്നത് ഈ ക്രോമസോമില് DNA ഈ ലോക്കസിലും അതേ സെയിം ലോക്കസിലാണ് നെക്സ്റ്റ് ക്യാപിറ്റലിറ്റിയും ഇരിക്കുന്നത്, അടുത്ത ടോൾനെസ്സിനെ കാണിക്കുന്ന അലീലും ഇരിക്കുന്നത്. അപ്പൊ ഈ 2 ക്യാരക്ടറും ഈ 2 അലീൽസും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ടോൾ എന്നുള്ള ക്യാരക്ടർ പ്ലാന്റിൽ കാണിക്കുന്നത്. അപ്പം പ്ലാന്റില് ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ കാണിക്കണമെങ്കിൽ 2 അലീൽസ് ഉണ്ടാവണം. 2 അലീൽസിനെ ഒരുമിച്ച് എന്ത് പറയാം? നമുക്ക് 2 അലീൽസിന് ഒരുമിച്ച് എന്ത് പറയാം? ജീൻ എന്ന് പറയാം. ഇപ്പൊ ജീൻ എന്ന് പറയണമെങ്കിൽ ക്യാപിറ്റൽ ഒരുമിച്ച് വരുമ്പോൾ അതിന് ജീൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് പറയുമ്പോൾ അത് അലീലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അലീൽസ് ആർ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ. ഒരു സെയിം ജീനിന്റെ ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് അലീൽ എന്ന് പറയുന്നത്. അതേപോലെ ക്യാപിറ്റൽ സ്മോൾ ടി വന്നാലും അത് ഹെട്രോസൈഗസ് ആണ്, അതും ടോൾനെസ് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ ഡ്വാർഫ് ആണെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഡ്വാർഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 2 അലീല് ഇതിപ്പോ സ്മോൾ ടി ആണെങ്കിൽ ഇതെന്താ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നോക്കി ഈ ഡയഗ്രത്തിൽ. അപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ എന്താ മനസ്സിലാക്കുന്നത്? ഇത് നമുക്ക് കാണിക്കുന്നത് ക്യാപിലിറ്റി ആണ്. ഈ ഒരു 2 ക്രോമസോംസിന്റെയും ഒരേ ലോക്കസിലുള്ള അലീൽസ് കാണിക്കുന്ന ടോൾനെസ് എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ ഈ 2 അലീൽസും ഒരുമിച്ച് വരുമ്പോഴാണ് അത് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ അലീൽസ് ആർ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ. In other words, they are the individual genes at a given locus. അതായത് ഓരോ ലോക്കസിലും ഇൻഡിവിജ്വൽ ജീൻസ് ആണ് അലീൽസ്. ഇതൊരു അലീൽ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ജീൻ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, T and T are 2 alleles of the same gene which determines a particular character, that is the height of the plant. Okay, T and T. അതാണ് ഈ എക്സാമ്പിൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. T and T are 2 alleles of the same. ഒരു ജീനിന്റെ 2 അലീൽസ് ആണ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ടി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. ഇതെല്ലാം ഓരോ ജീനിന്റെ 2 അലീൽസ്. ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ കാണിക്കുന്ന ജീന് 2 അലീലാണ് ക്യാപിറ്റൽ ടിയും. അതുപോലെ തന്നെ ടോൾ എന്നുള്ള ക്യാരക്ടർ കാണിക്കുന്ന വേറെ അലീലാണ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ടി. അതുപോലെ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ കാണിക്കുന്ന അലീലാണ് സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. ഓക്കെ, വാട്ട് ഈസ് ഫീനോടൈപ്പ്? അതായത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം. അത് നമുക്ക് ഒരു ഓർഗാനിസം നമുക്ക് എക്സ്റ്റേണലി കാണുന്ന ക്യാരക്ടറിന് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ടോൾ, ഡ്വാർഫ്, അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അല്ലെ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ് ശരിക്കും ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ് വാട്ട് ഈസ് ജീനോടൈപ്പ്? ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പർട്ടിക്കുലർ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പം ക്യാപിറ്റൽ ഈ ജീൻ ടോൾ എന്നുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നു. ക്യാപിറ്റൽ സ്മോൾ ടി അത് ടോൾ തന്നെയാണ്, ഹെട്രോസൈഗസ് ആണ്. സ്മോൾ ടി ആൻഡ് സ്മോൾ ഡ്വാർഫ് ആണ്. അപ്പൊ ആ ഡ്വാർഫ് ടോൾ എന്നുള്ള അതാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ആ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഹോമോസൈഗസ്.
An individual whose chromosome bear two identical alleles at a given locus is called homozygous. ഈ രണ്ട് ക്രോമസോംസിൽ ഓരോ അലീൽസ് കാണാം. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഒരു ജീനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫാദറിന് കിട്ടിയ അലീല്, ഇത് മദറിന് കിട്ടുന്ന അലീല്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ക്യാരക്ടർ എക്സ്പ്രസ് ആവുന്നത്. അപ്പം പിന്നെ ഇപ്പോൾ ടോൾ എന്നുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ആവണമെങ്കിൽ ഫാദറിന്റെയും മദറിന്റെയും ഓരോ കോപ്പി ഉണ്ടാവണം അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ ടി എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ? ഹോമോസൈഗസ് ക്യാരക്ടറാണ്, ട്രൂ ബ്രീഡിംഗ് ആണ്. രണ്ടും ഒരേ ടൈപ്പ് അലീൽസ് ആണ്. An individual whose chromosome bear two identical alleles. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഐഡന്റിക്കൽ അലീൽസ് ആണ്, ഒരേപോലത്തെ അലീൽസ് ആണ്. ഈ ഒരേപോലത്തെ രണ്ട് അലീൽസ് ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുവാണ്. അപ്പോൾ അത് ടോൾ എന്നുള്ള ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രോമസോം ബെയർ two identical alleles at a given locus is called homozygous. അപ്പോൾ നോക്കിയപ്പോൾ ഈ ക്യാപിറ്റൽ ടി ഇരിക്കുന്ന അതേ ലോക്കസിൽ തന്നെയാണ് ഈ ക്രോമസോമിനുള്ള ക്യാപിറ്റൽ ടി ഇരിക്കുന്നത്. Okay, next heterozygous. An individual whose chromosome bear unlike or dissimilar alleles at a given locus is called heterozygous. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ അലീല് ക്യാപിറ്റൽ ടി ആണ്, നെക്സ്റ്റ് ക്രോമസോമിലെ അലീല് സ്മോൾ ടി ആണ്. ക്യാപിറ്റൽ സ്മോൾ ടിയും കൂടെ ഒരുമിച്ച് എക്സ്പ്രസ് ആകുമ്പോഴാണ് ക്യാരക്ടർ ആവുന്നത് അല്ലേ. ഇപ്പോൾ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഒരുമിച്ച് വരുമ്പോൾ ടോൾ എന്നുള്ള ക്യാരക്ടറാണ് വരുന്നത്. പക്ഷേ രണ്ട് ലോക്കസിലും ഉണ്ടാവുന്ന അലീൽസ് ഡിഫറെൻ്റ് ആണ്. ഡിസിമിലർ അലീൽസ് ആണ് ഒരേ ലോക്കസിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ ക്യാപിറ്റൽ എക്സ്പ്രസ് ചെയ്തത് ടോൾ എന്നുള്ള ക്യാരക്ടറാണ്. ക്യാപിറ്റൽ സ്മോൾ ടി ആണെങ്കിലും അതും ടോൾ എന്നുള്ള ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ടോൾ എന്നുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന കാരണം എന്താണ്? ഈ ക്യാപിറ്റൽ ടി എന്നുള്ള ക്യാരക്ടർ ഡൊമിനന്റ് അലീലാണ്. ഇത് ഈ സ്മോൾ ടിയെ കൺസീൽ ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ ടി എന്നുള്ള ക്യാരക്ടർ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നതാണ് അവിടെ ടോൾനെസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം an individual whose chromosome bear dissimilar alleles at a given locus. അപ്പോൾ ലോക്കസ് എന്ന് പറയുന്നത് അലീൽസ് കാണുന്ന പ്ലേസിന് ലോക്കസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്രോമസോമിലെ അലീൽസ് കാണുന്ന ആ ലൊക്കേഷനാണ് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്രോമസോമിലെ അലീൽസ് കാണുന്ന ഈ ലോക്കസിലാണെങ്കിൽ അതേ സെയിം ലോക്കസിലാണ് നെക്സ്റ്റ് അലീലും കാണേണ്ടത് അല്ലേ. പക്ഷെ അത് ഡിസിമിലർ അലീൽസ് ആണ്. സോ അത് ഹെട്രോസൈഗസ് ആണെന്ന് പറയാം. അത് കാണിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ടോൾനെസ് തന്നെയാണ്. ഇവിടുത്തെ സെയിം ലോക്കസ് ഉള്ള അലീൽസ് രണ്ടും ഹോമോസൈഗസ് ആണ്. ഹോമോസൈഗസ് രണ്ടും ഒരേ അലീൽസ് ആണ് അല്ലേ. ക്യാപിറ്റൽ തന്നെയാണ് രണ്ടിലും കാണുന്നത്. സോ അതും ടോൾനെസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹോമോസൈഗസും ഇത് ഹെട്രോസൈഗസും. വാട്ട് ഈസ് ഡൊമിനൻസ്? A gene that express itself morphologically in presence of its allelic gene is a dominant gene, and this phenomenon is known as dominance. Example, gene capital is dominant over gene small t. ഫാദറിനെയും മദറിനെയും ക്രോമസോം, അതിൽ ഒരു ക്രോമസോംസിൽ ഒരു ലോക്കസിൽ കാണുന്ന ക്യാപിറ്റൽ ടിയും നെക്സ്റ്റ് ക്രോമസോം ലോക്കസിൽ കാണുന്ന സ്മോൾ ടി ആണെങ്കിൽ ഈ ഏതാണ് ഡൊമിനന്റ് ആയിരിക്കുന്ന ആ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പം ബെൻഡലിന്റെ എക്സ്പെരിമെന്റിനകത്ത് നമുക്ക് F1 ജനറേഷനിൽ ക്യാപിറ്റൽ സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ആണ് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ആ ടോൾ എന്നുള്ള ക്യാരക്ടർ ആയിരിക്കും നെക്സ്റ്റ് ജനറേഷനിൽ കാണിക്കുന്നത്. Recessive. A gene that cannot express itself morphologically in the presence of its allelic gene is recessive gene. Example, gene T is recessive to gene D. അതായത് നമുക്കറിയാം മെന്റലിന്റെ എക്സ്പെരിമെന്റ്സിൽ ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പം പ്യൂർ ലൈൻ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും ടോൾ എന്നുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാപിറ്റൽ ടി ആണ്, ഡ്വാർഫ് ക്യാപിറ്റൽ സ്മോൾ ടി ആണ്. അതിന് ക്രോസ് ചെയ്തുണ്ടാകുന്ന F1 ജനറേഷൻ ക്യാപിറ്റൽ സ്മോൾ ടി ആണ്. അപ്പോൾ അത് രണ്ട് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു F1 ജനറേഷൻ നമുക്ക് കിട്ടുന്നത്. അതിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നു. സോ അതുകൊണ്ടാണ് അവിടെ ടോൾ എന്നുള്ള ക്യാരക്ടർ എക്സ്പ്രസ് ആവുന്നത്. അതേസമയം സ്മോൾ ടി എന്നുള്ള ക്യാരക്ടറിനെ അവിടെ കൺസീൽ ചെയ്തിരിക്കുകയാണ്. ക്യാപിറ്റലിന്റെ എക്സ്പ്രഷൻ സ്മോൾ ടിയെ കൺസീൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ടി അവിടെ സൈലന്റ് ആയിട്ടിരിക്കുക അല്ലേ. What is hybrid? It is the product of cross between two parents which differ from each other in one or more characters. Example, capital T and small t. Tall and dwarf plants crossing F1 generation ഉണ്ടാകുന്ന capital and small t ആണ്. അതാണ് ഹൈബ്രിഡ് ആണ് അല്ലേ. പ്യൂർ ലൈൻ ടോളിന്റെയും പ്യൂർ ലൈൻ ഡ്വാർഫിനുമായി ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ടിന്റെയും കൂടെ ഓരോ അലീൽസ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ആവുന്നത്. സോ അത് നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയാം. പേരൻസിന്റെയും ക്യാരക്ടർ രണ്ട് പേരൻസിന്റെയും ഓരോ അലീൽസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ടോൾ തന്നെയാണ്, ഹെട്രോസൈഗസ് ടോൾ ആണ്. അത് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയാം. Hybrid is the product of a cross between two parents which differ from each other in one or more characters.
Monohybrid cross. Cross in which parents differ in only one pair of contrasting characters is called monohybrid cross. അതായത് മോണോഹൈബ്രിഡ് ക്രോസിനകത്ത് ഒരു പെയർ ഓഫ് കോൺട്രാക്ടിങ് ക്യാരക്ടേഴ്സ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതായത് എക്സാമ്പിൾ ക്രോസ് ബിറ്റ്വീൻ പ്യുവർ ടോൾ ആൻഡ് ഡ്വാർഫ്. Dihybrid crosses are those in which two pairs of contrasting characters are involved. Dihybrid cross എന്ന് പറയുമ്പോൾ two pairs of contrasting characters അതിൽ ഇൻവോൾവ് ആണ്. മോണോഹൈബ്രിഡ് ക്രോസിൽ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഡൈഹൈബ്രിഡ് ക്രോസിൽ ടു പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആണ്. എക്സാമ്പിൾ റൗണ്ട് ആൻഡ് യെല്ലോ ക്രോസ് വിത്ത് റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ സീഡ്. അപ്പം മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് മെൻഡൽ സെലക്ട് ചെയ്തത് 14 ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആണ്. മെൻഡൽ പെർഫോംഡ് എക്സ്പെരിമെന്റ്സ് ഓൺ ഗാർഡൻ പീ. He took 14 true breeding plants of pea having 7 distinguishable characters which have two opposite traits. He called genes as factors which are passed from parents to offspring. Accordingly, Mendel selected 7 qualitative characters. Which are the characters? Stem height, flower color, flower position, pod shape, pod color, seed shape, സീഡ് കളർ. ഇത്രയും ക്യാരക്ടറാണ് മെൻഡൽ എക്സ്പെരിമെന്റിന് വേണ്ടി സെലക്ട് ചെയ്തത്. നെക്സ്റ്റ്, റീസൺ ഫോർ സെലക്ടിങ് ഗാർഡൻ പീ പ്ലാന്റ്. അപ്പം ഗാർഡൻ പീ തന്നെ മെൻഡലിന്റെ എക്സ്പെരിമെന്റിന് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ഓൺ ലാർജ് സ്കെയിൽ. അത് ഈസിലി അവൈലബിൾ ആണ്. സെക്കൻഡ് റീസൺ, ദർ ആർ മെനി വെറൈറ്റീസ് വിത്ത് ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഒത്തിരിയും വെറൈറ്റീസ് ഉണ്ട് പീ പ്ലാന്റ്സിൽ. പിന്നെ ദേ ആർ സെൽഫ് പോളിനേറ്റഡ് ആൻഡ് ക്യാൻ ബി ക്രോസ് പോളിനേറ്റഡ് ഈസിലി. അത് സെൽഫ് പോളിനേറ്റഡ് പ്ലാന്റ്സ്, അത് ബൈസെക്ഷൽ പ്ലാന്റ്സ് ആണ്, സെൽഫ് പോളിനേഷൻ നടക്കാം. അതേസമയം നമുക്കറിയാം മാസ്കുലേഷൻ ബാഗിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ക്രോസ് പോളിനേഷൻ നടത്താനും എളുപ്പമാണ്. പിന്നെ അതെന്താ, ദേ ഹാവ് ഷോർട്ട് ലൈഫ് സൈക്കിളും വളരെ ഷോർട്ടാണ്. അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടായി വരാൻ എളുപ്പമാണ് അല്ലേ, ഒത്തിരി സമയം എടുക്കുക. അപ്പോൾ അതൊക്കെയാണ് പീ പ്ലാന്റ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. റീസൺ ഫോർ സക്സസ് ഓഫ് മെൻഡലിന്റെ സക്സസിന്റെ റീസൺ എന്താണ്? ഈ സ്റ്റഡിഡ് വൺ ക്യാരക്ടർ അറ്റ് എ ടൈം. മെൻഡൽ ഒരു സമയത്ത് ഒരു ക്യാരക്ടർ മാത്രമാണ് സ്റ്റഡി ചെയ്യാനെടുത്തത്. ഇപ്പം ഫസ്റ്റ് നമ്മൾ എക്സ്പെരിമെന്റ് നോക്കിയാൽ ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സിന് മാത്രമാണ് ആദ്യം മെൻഡൽ സെലക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഒരു ക്യാരക്ടർ ഒരേ ടൈമിൽ സെലക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മെൻഡലിന്റെ സക്സസിന് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഹീ സെലക്ടഡ് വൺ ക്യാരക്ടർ അറ്റ് എ ടൈം. പിന്നെന്താ, ഹി യൂസ്ഡ് അവൈലബിൾ ടെക്നിക്സ് ടു അവോയ്ഡ് ക്രോസ് പോളിനേഷൻ ബൈ അൺഡിസൈറബിൾ പോളൻ ഗ്രെയിൻസ്. അതായത് ക്രോസ് പോളിനേഷൻ ഒഴിവാക്കാനായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചു. ടെക്നിക്സ് ഏതൊക്കെയാണ്? അതിന് ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിംഗ് ടെക്നിക്സ് അല്ലേ. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ വീഴാതിരിക്കാൻ പോളൻ ഗ്രെയിൻസ് മെച്ചുർ ആവുന്നതിന് മുമ്പ് തന്നെ ആന്തറിനെ റിമൂവ് ചെയ്യുക. ഇതിനാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ആന്തർ റിമൂവ് ചെയ്ത് കഴിയുമ്പം ഒരു ബാഗ് ഉപയോഗിച്ചിട്ട് അതിനെ പൊതിഞ്ഞ് വെക്കുക അല്ലെ, കെട്ടിവെക്കുക. അതിനാണ് ബാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇമാസ്കുലേഷൻ ബാഗിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചു അൺഡിസൈറബിൾ പോളൻ ഗ്രെയിൻസ് വഴിയുള്ള ക്രോസ് പോളിനേഷൻ ഒഴിവാക്കാനുമായിട്ട് ഇമാസ്കുലേഷൻ ടെക്നിക്കും ബാഗിംഗ് ടെക്നിക്കും മെൻഡൽ യൂസ് ചെയ്തു. പിന്നെന്താ, ഹി അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു അനലൈസ് ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഹിം. നെക്സ്റ്റ്, മെൻഡൽ സെലക്ടഡ് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഫോർ ഹിസ് എക്സ്പെരിമെന്റ്സ്. അതിൽ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. നമ്മൾ ലാസ്റ്റ് അത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് മെൻഡലിന്റെ സക്സസിന് കാരണം, മെൻഡൽ ഈ എക്സ്പെരിമെന്റിൽ വിജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.